വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ലിസ്റ്റ് വന്ന കാര്യം നിങ്ങൾക്കറിയാം. വാട്ടർ അതോറിറ്റിയിലെ LD ക്ലർക്കിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിയിലെ LD ക്ലർക്കായി നിയമനത്തിന് 2023 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടിക PSC റദ്ദാക്കി. സുപ്രീം കോടതി വിധി അനുസരിച്ച് പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനായി സാധ്യതാ പട്ടിക പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ പുതുക്കിയ സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ നിലവിൽ 357 പേരുണ്ട്. അതിൽ തന്നെ മുഖ്യ പട്ടികയിൽ 355 പേരാണുള്ളത്. സമുദായ സംവരണത്തിനും അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണത്തിനുള്ള പട്ടികകളിലൊക്കെ ഓരോരുത്തരെ വീതം ഉൾപ്പെടുത്തി അങ്ങനെ ആകെ 357 പേരായി. 2023 ജൂണിൽ പ്രസിദ്ധീകരിച്ച സാധ്യതാ പട്ടികയിൽ ആകെ 798 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 441 പേരുടെ കുറവാണ് ഇപ്പോൾ വന്ന പുതിയ പട്ടികയിലുള്ളത്. അന്നത്തെ മുഖ്യ പട്ടികയിൽ മാത്രം 435 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 355 പേരും ഉണ്ടായിരുന്നു. ഭിന്നശേഷി ഉപപട്ടികയിൽ ഏകദേശം 8 പേരും ഉണ്ടായിരുന്നു. വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതയുള്ളവരെ മാത്രമേ നിയമനത്തിനുള്ള പട്ടികകളിൽ പരിഗണിക്കാവൂ എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. മറ്റു യോഗ്യതകളോ സമാന യോഗ്യതകളോ നേടി ആദ്യത്തെ പട്ടികയിൽ ഉൾപ്പെട്ടവരെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ പട്ടിക തയ്യാറാക്കാൻ 40 മാർക്ക് കട്ട് ഓഫ് ആയിട്ട് PSC നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പരിഷ്കരിച്ച സാധ്യതാ പട്ടികയ്ക്കായി കട്ട് ഓഫ് താഴ്ത്തി. എത്രയാണ് ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് എന്ന് നിങ്ങൾക്കറിയാം, 4 മാർക്ക് വരെ എത്തിച്ചു. അങ്ങനെ പരിഷ്കരിച്ചതിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ട 355 പേരും 2022 നവംബറിൽ നടത്തിയ OMR പരീക്ഷയിൽ 4 മാർക്കോ അതിൽ കൂടുതലോ നേടിയവരാണ്. അതിലും താഴെ മാർക്ക് നേടിയവരാണ് പിന്നീട് വരുന്ന ഈ സംവരണ ഭിന്നശേഷി ഉപപട്ടികയിൽ സ്ഥാനം നേടിയത്. ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ടുകളെ എത്ര ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. നമുക്ക് 2012 വിജ്ഞാപന പ്രകാരം അത് പ്രകാരമുള്ള നിയമന നടപടികളാണ് കോടതി വ്യവഹാരങ്ങളിൽ പെട്ട് ഇങ്ങനെ നീണ്ടുപോയത്. 2012 വന്ന വിജ്ഞാപനമാണ്. 145 ഒഴിവ് വിജ്ഞാപനത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരുദവും സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രിയും ഓഫീസ് ഓട്ടോമേഷനുമായിരുന്നു യോഗ്യത പറഞ്ഞത്. എന്നാൽ അപേക്ഷ സ്വീകരിക്കുന്നതിനിടയിൽ തന്നെ യോഗ്യതയിൽ PSC മാറ്റം വരുത്തി. ഉദ്യോഗാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയൊക്കെ സമീപിച്ചു. അങ്ങനെ അവസാനം വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതയുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക തയ്യാറാക്കാൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വന്നു. മാനദണ്ഡങ്ങളിൽ സ്ഥിരത പാലിക്കാതെ യോഗ്യതകൾ അട്ടിമറിച്ച് നിയമന നടപടികൾ കുഴച്ചുമറിച്ചതിന് സുപ്രീം കോടതി അന്ന് PSCയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പരിഷ്കരിച്ച സാധ്യതാ പട്ടികയിലുള്ളവരുടെ രേഖകളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം യോഗ്യതയുള്ളവരെ ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക ഇനി PSC തയ്യാറാക്കും. ഫെബ്രുവരിയിൽ തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ PSC നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ 12 വർഷത്തോളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളിലൊന്നും നിയമനം നടന്നിട്ടില്ല. എന്തായാലും ഫെബ്രുവരിയിൽ വാട്ടർ അതോറിറ്റി LD ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം. ഇതേപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.